ഛത്തീസ്ഗഡിലെ മുല്ലൻപൂർ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് അക്ഷരാർത്ഥത്തിൽ ഒരു റൺമഴക്കായിരുന്നു. ഏപ്രിൽ മാസത്തിലെ ഉഷ്ണക്കാറ്റിനെ പോലും നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള ബാറ്റിംഗ് വിരുന്നാണ് പഞ്ചാബ് കിങ്സ് തങ്ങളുടെ തട്ടകത്തിൽ ഒരുക്കിയത്. കളിക്കളത്തിലെ വീറും വാശിയും കാണികളിലേക്ക് പടർന്നപ്പോൾ ആധുനിക ക്രിക്കറ്റിലെ പവർ ഹിറ്റിംഗ് ഇടചേർന്ന ഒരു പോരാട്ടമായി ഇത് മാറി. ടോസ് ഭാഗ്യം ലക്നൗ ക്യാപ്റ്റൻ ഋഷഭ് പന്തിനൊപ്പമായിരുന്നു. പന്തെറിയാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം തുടക്കത്തിൽ ശരിയെന്ന് തോന്നിച്ചെങ്കിലും പഞ്ചാബ് ബാറ്റ് നിര കളം നിറഞ്ഞാടിയതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. ലക്നൌവിന്റെ ബൗളിംഗ് നിരയെ കടപുഴക്കുന്ന രീതിയിലുള്ള പ്രഹരശേഷിയാണ് പഞ്ചാബ് ഓപ്പണർമാർ പുറത്തെടുത്തത്. പഞ്ചാബിന്റെ ബാറ്റിംഗ് ഇന്നിംഗ്സിലെ ഏറ്റവും വലിയ ആകർഷണം യുവതാരം പ്രിയാൻഷ് ആര്യയുടെ വെടിക്കെട്ട് പ്രകടനമായിരുന്നു. പന്തിന്റെ തുന്നലുകൾ പോലും കാണാത്ത വിധം അതിവേഗത്തിൽ ബൗണ്ടറികൾ പാഴിക്കുന്ന ആര്യയുടെ ബാറ്റിംഗ് ശൈലി കാണികളെ വിസ്മയിപ്പിച്ചു. വെറും 37 പന്തിൽ നിന്ന് 93 റൺസ് അടിച്ചുകൂട്ടിയ താരം അക്ഷരാർത്ഥത്തിൽ ലക്നൗ ബൗളർമാരെ കശാപ്പ് ചെയ്യുകയായിരുന്നു. പഞ്ചാബ് ബാറ്റ് നിരയിൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറിന് കാര്യമായ സംഭാവന നൽകാൻ സാധിച്ചില്ല. 6 പന്തിൽ 5 റൺസ് നേടിയാണ് താരം കളം വിട്ടത്. ആര്യക്കൊപ്പം തോളോട് തോൾ ചേർന്ന് കൂപ്പർ കൊണോളി താരത്തിന് സപ്പോർട്ടുമായി മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത്. ഇരുവരും ചേർന്ന് 2ാം വിക്കറ്റിൽ പടുത്തുയർത്തിയ 182 റൺസിന്റെ മഹാസഖ്യം IPL ചരിത്രത്തിൽ തന്നെ ഉജ്ജ്വലമായ അധ്യായങ്ങളിലൊന്നാണ്. ഈ സീസണിലെ ഏറ്റവും ഉയർന്ന ടോട്ടൽ എന്ന ഖ്യാതി കൂടി ഈ സ്കോറിന് സ്വന്തമായി. ലക്നൗ ഫീൽഡർമാർ മൈതാനത്തിന്റെ 4 പാടും പന്തിനായി ഓടുന്നത് ഒരു പരിതാപകരമായ കാഴ്ചയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ലക്നൌവിന് തുടക്കം തന്നെ പാളുന്നുണ്ട്. അഗ്നിപരീക്ഷ പോലെ കഠിനമായ സ്കോർ പിന്തുടരുമ്പോൾ വേണ്ട ആത്മവിശ്വാസം അവരുടെ മുൻനിര ബാറ്റിംഗിൽ പ്രകടമായിരുന്നില്ല. പഞ്ചാബ് പേസ് ബൗളർമാർ കൃത്യമായ ഇടവേളകളിൽ പന്തിൽ മാറ്റം വരുത്തിയത് ലക്നൌവിന്റെ താളം തെറ്റിച്ചു. എന്നിരുന്നാലും ക്യാപ്റ്റൻ ഋഷഭ് പന്തിന്റെ പ്രകടനം ഒറ്റയാൻ പോരാട്ടത്തിന്റെ പ്രതീകമായിരുന്നു. തന്റെ ട്രേഡ്മാർക്ക് ഷോട്ടിലൂടെ അദ്ദേഹം റൺസ് ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. മറുവശത്ത് വിക്കറ്റുകൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കി. 43 റൺസുമായി പന്ത് പൊരുതിയെങ്കിലും വിജയലക്ഷ്യം വളരെ അകലെയായിരുന്നു. മധ്യനിരയിൽ എയ്ഡൻ മാക്രമും മിച്ചൽ മാർഷും ചേർന്ന് ചില മിന്നലാട്ടങ്ങൾ നടത്തിയെങ്കിലും അവയൊന്നും വിജയത്തിലേക്ക് എത്തിക്കാൻ പ്രാപ്തിയുണ്ടായിരുന്നില്ല. പഞ്ചാബ് ബൗളർമാർ എറിഞ്ഞ സ്ലോവർ ബൗളുകൾ ലക്നൗ ബാറ്റർമാരെ വട്ടം കറക്കി. Free audio post production by alphonic.com